പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്രമാത്രം അഭിമാനത്തോടെയാണ്, എത്രമാത്രം സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം അത്രമാത്രം ഓരോ മലയാളിക്കും ഇന്ന് തല ഉയർത്തി നിൽക്കാം. നമ്മുടെ നാട് ഇനി ഇതാ രാജ്യത്തെ നയിക്കാൻ വേണ്ടി പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖം ഇനി നമ്മളിന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഇനി ഇവിടെ നിന്നായിരിക്കും ലോകത്തോട് ഇന്ത്യ സംസാരിക്കാൻ പോകുന്നത്. കാരണം രാജ്യത്തിൻ്റെ ചരക്ക് ഗതാഗതത്തിൻ്റെ 95% സമുദ്ര ഗതാഗതം വഴിയാണ് നടക്കുന്നത്. അതിൻ്റെ മുക്കാൽ പങ്കും ഇന്ന് നമ്മൾ വിദേശ തുറമുഖങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി അതൊന്നും വേണ്ട, ലോകത്തെ എല്ലാ കപ്പലുകൾക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന വിഴിഞ്ഞമെന്ന് പറയുന്ന മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ അഭിമാനം ഇന്ന് ഔദ്യോഗികമായി വാതിൽ തുറക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 11 നമ്മൾ ട്രയൽ റൺ ആരംഭിച്ചത്. ഡിസംബർ 3 കൊമേഴ്ഷ്യൽ റണ്ണും ആരംഭിച്ചു. അതിനുശേഷം 285 കപ്പലുകളാണ് അങ്ങോട്ടേക്ക് വന്നത്. അത് എണ്ണം പറഞ്ഞ വമ്പൻ കപ്പലുകൾ. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കാനായി ഏറ്റവും അഭിമാനത്തോടെ എന്നോടൊപ്പം ചേരുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കും. നമുക്ക് നോക്കാം ഈ നാട് എങ്ങനെ ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നുവെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് വിഴിഞ്ഞത്തെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യനായ മന്ത്രി VN വാസവനോട് സംസാരിക്കാം. മനു, വെരി ഗുഡ് മോർണിംഗ്. രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസന കവാടമാകുന്ന വിഴിഞ്ഞ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി. വലിയ സന്തോഷം പ്രേക്ഷകർക്കൊപ്പം ഇത് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അതിൽ ഇത് നയിക്കുന്ന നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ തന്നെ നമുക്കൊപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ രാവിലെ തന്നെ ഉണ്ട് എന്നതാണ്. മിനിസ്റ്ററിലേക്ക് തന്നെ പോവാം. വളരെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കവാടമാകുന്നു, വികസനത്തിന് നാഴികക്കല്ലാവുന്നു. നാം കാത്തിരുന്നൊരു പദ്ധതിയുടെ കമ്മീഷനിലേക്ക് പോകുന്നു. ഈ സന്തോഷ നിമിഷമാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ ഈ നാൾ വഴി പരിശോധിക്കുമ്പോൾ തോന്നുന്നത് പ്രേക്ഷകരോട് പറയാനുള്ളത്? ലോകം കേരളത്തെ ഉറ്റുനോക്കുന്ന ചരിത്ര മുഹൂർത്തം സമാഗതമാകുകയാണ്. നാടാകെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ആ ചരിത്ര നിമിഷത്തെ വരവേൽക്കാൻ വേണ്ടി ആവേശപൂർവ്വം, ആഹ്ലാദപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് രാവിലെ എങ്ങും എവിടെയും കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഈ തുറമുഖം നയനാർ ഗവൺമെൻറ് കാലഘട്ടത്തായിരുന്നു ഇതിൻ്റെ ആശയ രൂപീകരണത്തിന് ആദ്യം ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. രണ്ടാമത് ഈ കമ്പനി ഉദ്ഘാടനം ചെയ്ത്, വിഴിഞ്ഞം സീപോർട്ട് ഇൻ്റർനാഷണൽ കമ്പനി ഉദ്ഘാടനം ചെയ്തത് 2010 ആഗസ്റ്റ് 11 ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ടത്. അന്ന് ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി ടെൻഡർ ചെയ്തിരുന്നു. എങ്കിലും ആന്ധ്രക്കാർ കമ്പനി കോട്ട് ചെയ്ത് അവർ കരാർ വെച്ച് കഴിഞ്ഞപ്പോൾ കോടതിയിൽ കേസ് വന്നതിനെ തുടർന്ന് അവർ പിൻവാങ്ങി. അതിനു മുമ്പ് വന്നിരുന്ന കമ്പനി ചൈനീസ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അവരെ നിരാകരിച്ചു. പിന്നീടത് നടക്കാതെ പോയി. പിന്നീട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒന്നും ചെയ്യാതിരുന്നൊരു ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വളർത്തിക്കൊണ്ടുവന്ന് അവസാനം 2015 എത്തുമ്പോഴേക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ അദാനിയുമായി ബന്ധപ്പെട്ടൊരു കരാറുണ്ടാക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുന്നോട്ട് വന്നു. ആ കരാറ് നമുക്ക് പല രൂപത്തിലും ഗുണം ചെയ്യുന്നതായിരുന്നില്ല അതിൻ്റെ ഉള്ളടക്കം. എന്നാൽ പൊതുവിൽ തുറമുഖത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ യോജിച്ചു, അതിൻ്റെ ഉള്ളടക്കത്തോട് നമ്മൾ വിയോജിക്കുകയും ചെയ്തു, അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു തറക്കല്ലിട്ടു എന്നുള്ളതൊഴിച്ചാൽ പിന്നീടൊന്നും ചെയ്യാൻ അവർക്കും കഴിഞ്ഞില്ല. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയപ്പോൾ വിഴിഞ്ഞം സീപോർട്ട് അതിവേഗത്തിൽ നടപ്പാക്കാനുള്ള പ്രായോഗിക രൂപം അദ്ദേഹം ആലോചിച്ചു. അത് മുന്നോട്ട് വെച്ച് പ്രവർത്തനങ്ങൾക്ക് ആ മുന്നണി ഗവൺമെൻറ് തുടക്കം കുറിച്ചു. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ആ കാലഘട്ടത്തിൽ വളർന്നു വന്നു. 1, റോ മെറ്റീരിയലിൻ്റെ അഭാവം വന്നു. 2, ഓഖി ദുരന്തം വന്നു. 3, പ്രളയക്കെടുതി വന്നു. 4, വലിയ രൂപത്തിലുള്ള പേമാരി, വെള്ളപ്പൊക്കം 19 വന്നു. പിന്നീട് കോവിഡ് എന്ന മഹാമാരി വന്നു. ഇതെല്ലാം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് തടസ്സപ്പെട്ട പ്രധാനപ്പെട്ട ഘടകങ്ങളായി. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോഴാണ് വലിയ രൂപത്തിലുള്ളൊരു വിമോചന സമരത്തിൻ്റെ കാഹളമുയർത്തി പ്രക്ഷോഭ സമരങ്ങൾ മുന്നോട്ട് വന്നത്. ആ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നപ്പോൾ കുറേ ഘട്ടത്തിലേക്ക് അത് നിർത്തിവെക്കേണ്ടി വന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിൻ്റെ പിന്നിൽ അണിനിരന്നു. ആ പ്രക്ഷോഭ സമരം രണ്ടാം വിമോചന സമരം എന്ന പേരിലാണ് വലിയ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അതിലെല്ലാം തികഞ്ഞ സമീപനത്തോടെ, സഹിഷ്ണുതയോടെ, സഹനശക്തിയോടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ മുഖ്യമന്ത്രിയും അതിനെ സമീപിച്ച് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്ത് വീണ്ടും സുഗമമായ അന്തരീക്ഷത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി.
2024 ജൂലൈ എത്തിയപ്പോൾ നമ്മളത് ആദ്യത്തെ ട്രയൽ റൺ ആരംഭിച്ചു. ആ ട്രയൽ റൺ വളരെ വിജയകരമായി 3 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. 2024 ഡിസംബർ 3 എത്തുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട കൂട്ടരെ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. ഞങ്ങളത് ഏറ്റുവാങ്ങി. അതിനുശേഷം ഇതിൻ്റെ കമ്മീഷനിങ്ങിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് നമ്മൾ അഭ്യർത്ഥിച്ചു. അദ്ദേഹം ഡേറ്റ് തരാൻ വൈകിയതുകൊണ്ടാണ് കമ്മീഷൻ ഡേറ്റ് വൈകിപ്പോയത്. പിന്നീട് അവശേഷിച്ചിരുന്നൊരു പ്രശ്നം, 1-ാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അഥവാ VGF 817.80 കോടി രൂപ അത് തരുന്ന രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്തുവെങ്കിലും നമുക്കത് വായ്പയായി മാത്രമേ തരൂ എന്നൊരു നിലപാട് സ്വീകരിച്ചു. അത് നമുക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് തന്നെ കത്തെഴുതി. പക്ഷേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ പദ്ധതി ഇനി നീണ്ടു പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അവസാനം ആർബിട്രേഷനൊക്കെ വിഡ്രോ ചെയ്ത് നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ത്രികക്ഷി കരാറിൽ ഒപ്പിട്ടു. ആ 817.80 കോടി രൂപ ലോണായി തന്നെ വരട്ടെ എന്ന രൂപത്തിൽ എഗ്രിമെൻ്റായി. ഇതോടുകൂടി വിഴിഞ്ഞം പദ്ധതിയുടെ 1-ാം ഘട്ടം അതിൻ്റെ പൂർണ്ണതയിലെത്തി. തുടർന്നാണ് കമ്മീഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. ആ കമ്മീഷനിലേക്ക് കടക്കുന്ന ഘട്ടം എത്തുമ്പോൾ തന്നെ ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 283 ഷിപ്പുകൾ വിഴിഞ്ഞത്ത് വന്നു പോവുകയും ഏതാണ്ട് 5,93,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്നത് ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും വിജയകരമായ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സമയം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കൊളംബോയിലോ അല്ലെങ്കിൽ ദുബായിലോ ഉൾപ്പെടെ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ ഒരുപക്ഷെ വന്നിട്ടില്ലാത്ത MSCയുടെ കൂറ്റൻ കപ്പൽ MSC ടർക്കി വന്നുപോയിരിക്കുന്നു. ഏതാണ്ട് 24,346 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കൂറ്റൻ കപ്പൽ 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുള്ള ആ കപ്പലിലൂടെ വന്നു പോയപ്പോഴാണ് ലോകം വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക്. അത്രത്തോളം പ്രകൃതിദത്തമായ സൗകര്യമുള്ള ഒരു തുറമുഖം, 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ള ഈ പ്രദേശം ഡ്രഡ്ജിങ് കൂടാതെ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പാറയാണ് കടലിനടിയിലുള്ളത് എന്നതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ അന്തർദേശീയ കപ്പൽ ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഡിസ്റ്റൻസ് നമ്മുടെ തുറമുഖത്തേക്കെന്നുള്ളത് എന്നതാണ് മറ്റൊരു സവിശേഷത. ഈ നിലയിലെല്ലാം വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുമ്പോഴേക്ക് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖം എന്നതുപോലെ തന്നെ ലോകത്തെ 4-5 തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്നായി വിഴിഞ്ഞം ഭാവിയിൽ രൂപാന്തരപ്പെടുന്നു. ഇപ്പം തന്നെ പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടർന്ന് ഭാവിയിൽ 2, 3, 4 ഘട്ടം കൂടി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് 2028 എത്തുമ്പോഴേക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന തുറമുഖങ്ങളിൽ ഒന്നായി അത് രൂപാന്തരപ്പെടുന്നു. 30 ലക്ഷം കണ്ടെയ്നറാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിലും അതൊരു പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദഗ്ധരും മറ്റാളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് 45 ലക്ഷം കണ്ടെയ്നർ വരെ ആകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രയോ വലിയ പുരോഗതിയാണ് ഒരു നാടിനുണ്ടാകാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന അഭിമാനകരമായ മുന്നേറ്റം നമ്മുടെ സാമ്പത്തിക രംഗത്ത്, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ വലിയ രൂപത്തിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാകുകയാണ്. ആ ഒരു വലിയ രൂപത്തിലുള്ള ചരിത്ര നിമിഷം നമ്മൾ ഏറ്റവും ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ ഏറ്റെടുക്കുന്ന നിമിഷമാണ് ഇന്ന് രാവിലെ 11 മണി എന്നത്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിലെ സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന മുഹൂർത്തമായി അത് രൂപാന്തരപ്പെടും. മിനിസ്റ്റർ, ഇത് കൊണ്ടുവരുന്ന തൊഴിൽ സാധ്യതകൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയും അങ്ങക്ക് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ വിഴിഞ്ഞത്ത് തന്നെ സ്വദേശികളായിട്ടുള്ള 7 സ്ത്രീകളടക്കം ആകെ 9 പേര് ഓട്ടോമേറ്റഡ് ക്രെയിനുകളുടെ ഓപ്പറേഷൻ, അവർ ഈ ജോയ്സ്റ്റിക്ക് കൊണ്ട് വലിയ കിലോ ഭാരമുള്ള കണ്ടെയ്നറുകൾ മാറ്റുന്നതിൻ്റെയൊക്കെ മുഖ്യമന്ത്രി തന്നെ അത് കണ്ടിട്ട് അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോൾ വിഴിഞ്ഞത്തെ പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിൽ സാധ്യത അതിനൊക്കെ ആദ്യ ഉദാഹരണമായി ഇതെടുക്കുക. പക്ഷേ എന്നിട്ട് പോലും ഇത്രയും നമ്മളെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയിൽ തർക്കമുണ്ടാക്കുന്നു, ആ വികസന കാര്യത്തിൽ വിവാദമുണ്ടാക്കുന്നു. നാട് അംഗീകരിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇത് അംഗീകരിക്കാതെ മിനിസ്റ്റർ? അത് അസഹിഷ്ണുത മാത്രമാണ്. കാരണം ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ നെഞ്ചേറ്റി ഏറെ ആഹ്ലാദത്തോടെ ആരവത്തോടെ ഇത് ഏറ്റെടുക്കുകയാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാ കൂട്ടരും മുന്നോട്ട് വന്ന് ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് എല്ലാവരുമല്ല, ബഹുമാനപ്പെട്ട MP ശ്രീ തരൂർ, MLA ശ്രീ വിൻസെൻ്റ്, ഇവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിന് പറയുന്ന കാരണം
തികച്ചും അടിസ്ഥാനരഹിതമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആരൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ വേദിയിലിരിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇവിടുന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ പേര് നമ്മൾ കൊടുത്ത് അവർ തിരിച്ചയച്ചപ്പോൾ വേദിയിലിരിക്കാൻ അത് അംഗീകരിച്ചുകൊണ്ട് തിരിച്ചയച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്. പക്ഷേ പ്രസംഗിക്കാൻ അവസരമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം. ആ പ്രസംഗവേദിയിൽ ആകെ 2 പേർക്ക് അവസരം കൊടുക്കുന്നുള്ളൂ. ഒന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും 2 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും, പിന്നെ ആ കൂട്ടത്തിൽ സ്വാഗതം പറയാൻ പോർട്ട് മന്ത്രി എന്നുള്ള എനിക്കും അവസരം. ഈ 3 പേരെ അവിടെ സംസാരിക്കുന്നുള്ളൂ. ഇതാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നൊരു കാര്യം നമുക്കിവിടെ മാറ്റിമറിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് അധികാരവും അവകാശവുമില്ല. വെറും തൊടിന്യായങ്ങളാണ് ഈ കാര്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് അസഹിഷ്ണുതയെന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് നല്ല പ്രവൃത്തികൾ ആര് ചെയ്താലും അതിനെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് സംസ്കാര സമ്പന്നമായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും അതോടൊപ്പം തന്നെ നാടിൻ്റെ പുരോഗതിയുടെ ഉള്ളടക്കം അവരിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ വിവേകശാലികളായ ജനങ്ങൾ, സംസ്കാര സമ്പന്നരായ കേരളത്തിലെ ജനങ്ങൾ ഈ വലിയ പദ്ധതിയെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇത് ജനങ്ങളുടെ വിജയമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അതിനകത്തൊരു പക്ഷപാതപരമായ വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന കാര്യം എടുത്ത് പറയാം. ഈ മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഈ ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തലേ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പഴയ ഒരു ദേശാഭിമാനി പത്രം പോസ്റ്റ് ചെയ്ത ശേഷം ഈ വികസന കാര്യത്തെ സംബന്ധിച്ച് ഈ വിഴിഞ്ഞ പദ്ധതിക്ക് LDF എതിരായിരുന്നു എന്ന തരത്തിലൊരു നരേഷൻ കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയ വഴി അവർ നടത്തുന്നത് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വിഴിഞ്ഞ ഒരു കമ്പനി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, ഇതിലെന്ത് ആണ് സർക്കാരിന് അഭിമാനിക്കാൻ എന്നുള്ള വ്യാപകമായ പ്രചരണം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം അന്നത്തെ ഞങ്ങൾ എതിർത്തിരുന്നത് കരാറിൻ്റെ ഉള്ളടക്കത്തെയാണ്. ആ കരാർ ഇപ്പോൾ കൺസെഷനുമായി ഞങ്ങൾ സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കിയപ്പോൾ അന്നത്തെ കരാർ പൊളിച്ചെഴുതി. അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ച് 2040 മാത്രമേ നമുക്ക് റിട്ടേണിൻ്റെ കാര്യം ആലോചിക്കാൻ പറ്റുകയുള്ളായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2-3 ഘട്ടങ്ങൾ 2040 പൂർത്തീകരിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ സപ്ലിമെൻ്ററി കരാറിനനുസരിച്ച് 2028 കൂടി 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കുന്നു. മാത്രമല്ല 2034 മുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് അഭിമാനകരമായി ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ പുതിയ കരാറാണ്. മറ്റൊന്ന്, ഈ പ്രശ്നത്തിൽ അന്ന് ഈ കരാർ ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമായത് നമ്മുടെ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ നിലയിലേക്ക് ഈ തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഇടവന്നത്. അത് അംഗീകരിക്കാനുള്ള രാഷ്ട്രീയമായ തിമിരം ബാധിച്ച, അന്ധത ബാധിച്ച ശൈലിയാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിലേക്ക് അവർ വരാൻ. ആദരണീയനായ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് അംഗം ശശി തരൂർ അവിടെ വിഴിഞ്ഞ സന്ദർശിക്കുമ്പോൾ നമ്മളടക്കം ഉള്ളതാണ്. അദ്ദേഹം ഈ അതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റമൊക്കെ കണ്ട ശേഷം ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഇത്രയേറെ പെർഫെക്റ്റായിട്ട് രാജ്യത്തിന് ലോകത്തിന് അഭിമാനമായ ഒരു തുറമുഖം നമുക്ക് നിർമ്മിക്കാനായി. അത് രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് പാടില്ല, വികസനത്തിൽ നാം എല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന് ശശി തരൂർ പറയുന്നുണ്ട്. പക്ഷേ ആ പോസിറ്റീവ് പൊളിറ്റിക്സിന് ഒപ്പം എന്തുകൊണ്ടോ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടി നിൽക്കുന്നില്ല. അത് ഈ യുവാക്കളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാണുന്നൊരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവാണ്. അത് ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക എന്നാണ് സർക്കാരിൻ്റെ പ്രതി എന്നുള്ളതിൽ മന്ത്രി കാണുന്നത്. ശശി തരൂർ പ്രകടിപ്പിച്ച വികാരം അദ്ദേഹം വിവേകശാലിയായ ഒരു പൊതുപ്രവർത്തകനും സംസ്കാര സമ്പന്നനുമാണെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനത് മനസ്സിലായപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണം അദ്ദേഹം രേഖപ്പെടുത്തിയത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതോരോരുത്തരുടെയും മാനസികാവസ്ഥയാണ്. അത് നല്ലതാണെന്ന് ചിന്തിക്കാനും അതിനോട് ആ രൂപത്തിൽ പ്രതികരിക്കാനും. മറ്റൊരു സംഘടിതമായ രാഷ്ട്രീയ വികാരവും അതോടൊപ്പം തന്നെ പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ കൈമുതലായിട്ടുള്ളവർ അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കണ്ടാലും അവർക്ക് ഈ കാര്യത്തിൽ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ശരീരത്തിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ലത് കണ്ടപ്പോൾ നല്ലതെന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയതാണ് ശശി തരൂരിൻ്റെ സമീപനം ഉണ്ടായത്. ശശി തരൂർ മാത്രമല്ല, ഈ രംഗത്ത് പ്രത്യശാസ്ത്രപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ള എത്രയോ ആളുകൾ മുന്നോട്ട് വന്ന് ഈ സംഭവത്തെ അഭിമാനകരം, ആഹ്ലാദകരം, അഭിനന്ദനാർഹമെന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയെ എല്ലാവരും ചേർന്ന് നെഞ്ചേറ്റുക എന്ന ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അതിനോട് കേരളമാകെ ഏറ്റവും ആവേശത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഈ സന്ദർഭം ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം, കേരളം ഇന്ത്യക്ക് നൽകുന്ന വലിയ സംഭാവനകൾ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളത്തെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എത്തിച്ചിരിക്കുന്നു എന്നതാണ്. അസാധ്യമായതൊന്നുമില്ല, എല്ലാം സാധ്യമാണ് എന്ന് ഗവൺമെൻറ് ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആദരണീയനായ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി തന്നെ എത്തി രാജ്ഭവനിൽ തങ്ങുകയാണ്. 9:30 മണിയോടെ അദ്ദേഹം ഇവിടെ നിന്ന് പാങ്ങോട് നിന്ന് തിരിക്കുകയും ചെയ്യും. ഈ ഉദ്ഘാടനത്തിൻ്റെ സെഷൻ എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ? ഉദ്ഘാടന സെഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കും, പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും, ഞാൻ അവർക്ക് സ്വാഗതം പറയും.
ഇത് മാത്രമേ പ്രസംഗമുള്ളൂ. ബാക്കി വേദിയിലേക്ക് 16 പേരെ ക്ഷണിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 16 പേരെ. തീർച്ചയായും സന്തോഷം. മിനിസ്റ്റർ നല്ല തിരക്കിലാണ്. ആ തിരക്കിനിടയിലാണ് മന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ രാത്രി പാതിരാത്രി വരെ വിഴിഞ്ഞത്ത് അദ്ദേഹം വിവിധ തരത്തിലുള്ള യോഗങ്ങളിലായിരുന്നു. അതിനുശേഷം പുലർച്ചയോടുകൂടിയാണ് എത്തിച്ചേർന്നത്. അപ്പോഴേക്കും നമ്മളിവിടെ എത്തിച്ചേർന്നു. മനു, അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പ്രത്യാശയോട് പറയുന്നത് ജനം ഇത് വിലയിരുത്തുന്നുണ്ട്. വിഴിഞ്ഞം കൊണ്ടുവരുന്ന അനന്ത സാധ്യതകൾ, പ്രദേശത്തെ വികസനം, തലസ്ഥാനത്തിനും പ്രത്യേകിച്ച് കേരളത്തിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സാമ്പത്തികമായ മുന്നേറ്റം, തൊഴിൽ സാധ്യതകൾ, അവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സങ്കുചിതമായ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന പ്രതിപക്ഷമാണ് ഇത് അംഗീകരിക്കാത്തത്. മറിച്ച് വികസനത്തിനൊപ്പം നിൽക്കുന്ന എല്ലാ ജനതയും നല്ല മനസ്സ് വേണം, അവരെല്ലാം ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. ശശി തരൂരിൻ്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി സർക്കാർ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോയി. അതിൻ്റെ വിജയമാണ് ഒന്നാം ഘട്ടത്തിലെ കമ്മീഷനിലേക്ക് സർക്കാർ പോകുന്നത്. രാജ്യം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ, യുവാക്കളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രത്യാശയാണ് സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് മന്ത്രി വി എൻ വാസവൻ നമ്മോട് പ്രതികരിച്ചത്. മനു.